കാമവർദ്ധിനി രാഗത്തിന്റെ ലക്ഷണമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കാമവർദ്ധിനി രാഗം 51ാമത് മേളകർത്താ രാഗമാണ്. കാമവർദ്ധിനി രാഗത്തിന് മറ്റൊരു പേരാണ് പന്തുവരാഗം. മായാമാളവ ഗൗഡ രാഗത്തിന്റെ പ്രതിമധ്യമ രാഗം. മാ മാത്രം വ്യത്യാസപ്പെടുന്നു, ബാക്കി എല്ലാ സ്വരങ്ങളും അത് ഒന്നുപോലെയാണ്. അപ്പൊ മായാമാളവ പാടിയാൽ എങ്ങനെയാണ്? നമ്മളെല്ലായ്പ്പോഴും പാടുന്ന ഒരു രാഗമാണ് മായാമാളവ ഗൗഡ. മായാമാളവ ഗൗഡ എങ്ങനെ പാടും? സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഇനി ഈ രാഗത്തെ കാമവർദ്ധിനി രാഗമാക്കുന്നത് എങ്ങനെയാണ്? മാ മാത്രം ഒന്ന് കൂട്ടിപ്പാടിയാൽ കാമവർദ്ധിനി പന്തുവരാളിയായി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാ സ്വരങ്ങളും അതുപോലെ പാടുക. അതിനുശേഷം മാ എങ്ങനെ പാടാം എന്ന് നമുക്ക് നോക്കാം. കാമവർദ്ധിനി സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഒന്നുകൂടെ പാടാം. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. രാഗലക്ഷണത്തിൽ പറയുന്നത് ജണ്ഡസ്വര പ്രയോഗവും ധാട്ടുസ്വര പ്രയോഗവും രാഗത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതായിട്ട് പറയുന്നു. പാടും നോക്കാതെ ഇതെങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് പാടി നോക്കാം. സരി ഗ മ പ മ ഗ രി സ സരി ഗ മ പ ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഓക്കെ, ഇനിയാണ് അത് ജണ്ഡസ്വരം. സ സ രി രി ഗ ഗ മ മ പ പ ധ ധ നി നി സ സ സ സ നി നി ധ ധ പ പ മ മ ഗ ഗ രി രി സ സ സ രി ഗ മ പ മ ഗ രി സ പ മ പ സ പ മ പ ഗ മ രി ഗ സ സ രി രി ഗ ഗ മ മ രി പ മ പ ഗ മ രി ഗ രി രി ഗ ഗ മ മ പ പ ഗ ധ പ ധ മ പ. ഇങ്ങനെ പാടുന്നത് ധാട്ടുസ്വര പ്രയോഗമാണ്. ജണ്ഡസ്വരം സ സ നി നി ധ ധ നി നി സ സ നി നി ധ ധ പ പ മ മ പ പ മ മ പ പ മ മ പ പ ധ ധ പ പ മ മ ഗ ഗ പ മ ഗ രി സ പ മ ഗ രി സ പ മ ഗ രി സ. ഇതിനകത്ത് സിമ്പിളായിട്ട് സിനി ടൈപ്പിൽ രാഗം പാടി എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ആ ആ അതിന്റെ സ്വരം എങ്ങനെ പാടുന്നു? സരി ഗ മ പ ധ മ സരി ഗ മ പ മ ഗ രി സ സരി ഗ മ പ മ ഗ രി സ സരി ഗ മ പ മ ഗ രി സരി ഗ മ പ ധ പ മ പ സരി ഗ മ രി ഗ മ പ ഗ മ പ ധ മ പ ധ നി പ ധ നി സ സ നി ധ പ നി ധ പ മ ധ പ മ ഗ പ മ ഗ രി മ ഗ രി സ. ഇനി നിങ്ങൾ എങ്ങനെ ഇത് പാടും? നിങ്ങൾ ആരോഹണം അവരോഹണം വളരെ സിമ്പിളായിട്ട് പാടണം. സരി ഗ മ പാടും. പ ധ നി സ സ നി ധ പ ma ga re sa
സരി ഗ മ പദ നി സ സാ നി ധ പ മ ഗ രി സ സരി ഗ മ പദ നി സ സ നി ധ പ മ ഗ രി സ ആ അപ്പൊ അതിൽ നിന്ന് രാഗം ഉണ്ടാകും. ആ നിന നേരനം നിനാനുര ഓ രാമ രാമയ്യ നിന്ന നേരനം നിനാനുര ഓ രാമ രാമയ്യ നിന്ന നേരനം നിനാനുര ആ